യാത്രയിലുടനീളം അവരുടെ കോളേജ് ലൈഫായിരുന്നു വിഷയം. അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ കുത്തിയിരിക്കുകയാണ് യാമി. അടുത്ത സൺഡേ കാത്തുവിൻ്റെ മാരേജാണ്. അതിന് ഈ കാലിനെ എങ്ങനെ കൊണ്ടുപോകും ദേവി? എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വണ്ടി സൈഡ് ഒതുക്കിയത് അവൾ അറിഞ്ഞത്. പുറത്തു നോക്കിയപ്പോൾ ഒരു ചെറിയ ചായക്കട കണ്ടു. വലിയ തിരക്കൊന്നുമില്ല. അവർ പുറത്തേക്കിറങ്ങി. ഹൈവേയുടെ സൈഡിലാണ്. അടുത്ത് വേറെ കടകളൊന്നുമില്ല. യാമി പരിസരം നോക്കിക്കൊണ്ട് ആലോചിച്ചു. ദേവൻ 3 കട്ടൻ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ബെഞ്ചിലിരുന്നു. അവരും അടുത്തായി ഇരുന്നു. ദേവന്റെ അടുത്ത് അഞ്ചു ചാടി കയറിയിരുന്നു. അവർക്കായി കൊണ്ടുവച്ച കട്ടനിൽ നിന്നൊരെണ്ണം യാമി എടുത്തു. ഗ്ലാസ്സിൽ നനവുള്ളതിനാൽ കയ്യിലെടുത്ത് പിടിക്കുന്നതിന് മുൻപേ അവളുടെ കൈ വഴുകി. ഗ്ലാസ് താഴെ വീണു. ഗ്ലാസ് അതേപടി അടുത്തിരുന്ന അഞ്ജുവിന് മേൽ വീഴാതെ ദേവൻ അവളെ പിടിച്ചു മാറ്റി. ഗ്ലാസ് തറയിൽ വീണ് പൊട്ടിച്ചിതറി. ചൂട് കട്ടൻ കുറച്ച് യാമിയുടെ കയ്യിലും വീണു. കയ്യിൽ ചൂട് വീണതിൻ്റെ ആഘാതത്തിൽ ചാടി എഴുന്നേറ്റ അവളുടെ കവിളിൽ ദേവന്റെ കൈകൾ ശക്തിയായി പതിഞ്ഞു. വീഴാൻ തുടങ്ങിയ യാമി അടുത്തുള്ള തൂണിൽ പിടിച്ചു നിന്നു. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ലായിരുന്നു. നീ ഇത്ര ചീപ്പാണോടി? ദേഷ്യത്തോടെയുള്ള ദേവന്റെ വാക്കുകൾ അവളുടെ കാതിൽ പതിഞ്ഞു. യാമി പകച്ചു നിന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, യാമി വേദനയ്ക്കിടയിലും പറഞ്ഞൊപ്പിച്ചു. ദേവൻ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. കടയിലുണ്ടായിരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കി ദേവൻ ചായയുടെ ക്യാഷ് കൊടുത്തിട്ട് കാറിലേക്ക് കയറി. അവൻ്റെ പിറകെ അവളെ ഒന്ന് നോക്കി അഞ്ജുവും. തൊട്ടു പിന്നിലായി യാമിയും കാറിലേക്ക് കയറി. യാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കയ്യിലെ നീറ്റൽ കൂടി വരുന്നു. പക്ഷേ അതൊന്നും നോക്കാൻ കൂടി പറ്റുന്നില്ല. ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. അതെ, ശീലമായി. എന്നാലും ദേവന്റെ കണ്ണുകൾ മിററിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ട് അവന് മുരുകി. ഇതെല്ലാം കണ്ട് പകച്ചിരിക്കുകയാണ് അഞ്ജു. യാമിയുടെ അവസ്ഥ കണ്ട് അവളുടെ ഉള്ളിലും ഒരു ചെറുനോവുണർന്നു. അഞ്ജുവിനെ വീട്ടിലാക്കിയതിനു ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു. വൈകിയിരുന്നതിനാൽ വീട്ടിലെല്ലാവരും കിടന്നിരുന്നു. അതൊരു തരത്തിൽ യാമിക്ക് ആശ്വാസമായിരുന്നു. ദേവന്റെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് അവർ അകത്തേക്ക് കയറി. യാമി നേരെ ബാത്റൂമിലേക്ക് കയറി. മുഖം പൊത്തിയിരുന്ന് കരയുമ്പോഴും അവളുടെ നെഞ്ചിലെ വിങ്ങൽ കൂടുകയായിരുന്നു. കയ്യിലെ പൊള്ളിയ പാടിൽ വെള്ളം തൊട്ടപ്പോൾ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. എന്നാലും വീണ്ടും വീണ്ടും അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഡ്രസ്സ് മാറി പുറത്തിറങ്ങുമ്പോൾ കണ്ടു കട്ടിലിരിക്കുന്ന ദേവനെ. അവനെ നോക്കുക പോലും ചെയ്യാതെ കട്ടിലിൻ്റെ അങ്ങേയറ്റത്തായി അവൾ കിടന്നു. അവളുടെ പ്രവൃത്തികൾ നോക്കി ദേവൻ ഇരുന്നു. ദേഷ്യം വന്നപ്പോൾ അടിച്ചതാണ്. അവൾ മനഃപൂർവ്വം അഞ്ജുവിനോട് ചെയ്തത് കണ്ടപ്പോൾ സഹിച്ചില്ല. പറ്റിപ്പോയി. അഞ്ജുവിൻ്റെ ദേഹത്തെങ്ങാനും ചൂട് വീണിരുന്നെങ്കിൽ എന്തായേനെ? അവളെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി. യാമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കയ്യിലെയും കവിളിലെയും നീറ്റൽ അവളെ തളർത്തിയിരുന്നു. അതിനേക്കാൾ വേദന നെഞ്ചിൽ തങ്ങി നിൽക്കുന്നതായി അവൾക്ക് തോന്നി. ദേവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവൻ. ചിന്തകൾക്ക് വിരാമമിട്ട് രാത്രിയുടെ അവസാന യാമത്തിൽ ഉറക്കം അവരിൽ ഒഴുകിയിറങ്ങി. ദേവൻ നേരത്തെ ഉണർന്നിരുന്നു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ ഇടതു കവിളിലെ പാടിനെ തടുകുമ്പോഴും ഉള്ളിൽ നിറഞ്ഞ കുറ്റബോധം കാരണം അവൻ്റെ നെഞ്ചിലെ വിങ്ങൽ അടങ്ങിയിരുന്നില്ല. കുറച്ചുനേരം അവളെ നോക്കിയിരുന്ന ശേഷം അവൻ വാഷ്റൂമിലേക്ക് കയറി. മായ രാവിലത്തെ തിരക്കുകൾക്കിടയിലായിരുന്നു. നീതുവും ജിത്തുവും അന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു. യാമി മോൾ എവിടെ? എഴുന്നേറ്റില്ല ദേവ? മോൾക്ക് എന്തു പറ്റി? ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും യാമി വന്നിരുന്നില്ല എന്ന് കണ്ട് മായ ചോദിച്ചു. അവൾക്ക് നല്ല തലവേദനയാണെന്ന് പറഞ്ഞു. ഇന്ന് സാറ്റർഡേ അല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ദേവൻ കഴിച്ചെഴുന്നേറ്റു. ദേവന്റെ ഭാവമാറ്റം അടുത്തിരുന്ന ദേവു കണ്ടിരുന്നു. ഞാൻ ഇന്ന് പോയി നോക്കിയിട്ട് വരാം കൃഷ്ണേട്ടാ. അതും പറഞ്ഞ് മായ മുകളിലേക്ക് നടന്നു. അവരുടെ പിറകെ ദേവനെ ഉറ്റുനോക്കി ദേവുവും നടന്നു. ഇടത് കവിളിൽ കഠിനമായ തണുപ്പ് അരിച്ചിറങ്ങുന്നത് മയക്കത്തിലും യാമി അറിഞ്ഞു. കവിളിലെ വേദനയ്ക്ക് ഒരാശ്വാസം തോന്നി. പതിയെ കണ്ണു തുറന്നു. കയ്യിൽ ഐസ് ക്യൂബ് ഒക്കെ ഇരിക്കുന്ന ദേവുവിനെ കണ്ട് അവൾ അമ്പരന്നു. അവൾ ഉണർന്നത് കണ്ടിട്ടും ദേവു ശ്രദ്ധിക്കാതെ അവളുടെ ജോലി തുടർന്നു. വേദനയുണ്ടോ ചേച്ചി? ദേവു ചോദിച്ചതിന് മറുപടിയായി അവൾ പതിയെ പുഞ്ചിരിച്ച് എഴുന്നേറ്റിരുന്നു. ചുറ്റും മിഴികൾ പായിച്ചു. ഓഫീസിൽ പോയി. അവളുടെ കണ്ണുകൾ അവിടെ മാകെ പരന്നത് കണ്ട് ദേവു പറഞ്ഞു. ദേവേട്ടൻ തലവേദനയാണെന്ന് പറഞ്ഞത് കേട്ട് ഞാനും അമ്മയും കൂടി വന്ന് നോക്കിയതാണ്. ചേച്ചി നല്ല ഉറക്കമായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് മിഴുന്നിട്ടിരിക്കുന്ന അവളെ നോക്കി ദേവു പറഞ്ഞു. ശല്യം ചെയ്യണമെന്ന് വെച്ച് ഞങ്ങൾ തിരികെ പോയിരുന്നു. കഞ്ഞിയുമായി വന്നപ്പോഴാണ് ഞാൻ കവിളിലെ പാടുകൾ കാണുന്നത്. അമ്മയോട് പറഞ്ഞില്ല. പറയണ്ട ദേവു. അവളെ നോക്കാതെ തന്നെ യാമി പറഞ്ഞു. പാട് കുറച്ച് മങ്ങിയിട്ടുണ്ട്. ചേച്ചി പോയി മുഖം കഴുകിയിട്ട് വാ, കഞ്ഞി കുടിക്കാം.
ദേവു അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി കയ്യിൽ പിടിച്ചു. പൊള്ളിയ ഭാഗത്തായി ദേവുവിൻ്റെ കൈ അമർന്നതും അവളുടെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞു. എന്തു പറ്റി? കയ്യിലെന്താ? ദേവു പരിഭ്രമത്തോട് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് നോക്കി. ഇതെന്തു പറ്റിയത് ചേച്ചി? പൊള്ളി അടർന്നിട്ടുണ്ടല്ലോ. ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. ഒറ്റ ശ്വാസത്തിൽ ദേവു പറഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി. യാമി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ബാത്റൂമിലേക്ക് കയറി. ഓഫീസിൽ തൻ്റെ ക്യാബിനിൽ അസ്വസ്ഥനായി ഇരിക്കുകയാണ് ദേവൻ. ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. തിരികെ വീട്ടിൽ പോകണം, അവളെ ഒന്ന് കാണണം, അതുമാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ. അതും ചിന്തിച്ച് അവൻ പുറത്തേക്കിറങ്ങി പെരുമാളിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. എന്നാലും മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എന്തിനാ ഇങ്ങനെ വേദന സഹിക്കുന്നത്? ദേവുവും മായയും മാറി മാറി പറഞ്ഞിട്ടും ആശുപത്രിയിൽ പോകാൻ അവൾ കൂട്ടാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നീതുമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. OP കഴിഞ്ഞെങ്കിൽ നേരത്തെ ഇറങ്ങാൻ പറയാം. അതും പറഞ്ഞ് മായ ഹാളിലേക്ക് നടന്നു. സത്യം പറ ചേച്ചി, ഇതെങ്ങനെയാ കൈ പൊള്ളിയത്? അമ്മയോട് പറഞ്ഞതുപോലെ കള്ളമൊന്നും എനിക്ക് കേൾക്കണ്ട, സത്യം പറ. ദേവു അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഇതും ദേവേട്ടൻ ചെയ്തതാണോ? ഹേയ് അല്ല, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയതാ. യാമി ഇന്നലെ നടന്ന കാര്യങ്ങൾ ദേവുവിനോട് പറഞ്ഞു. ഓ, അപ്പോൾ അതാണല്ലേ സംഭവം. ആ അഞ്ജുവിനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അവൾക്കുള്ള പണി നമുക്ക് കൊടുക്കാം. ദേവു പറഞ്ഞത് കേട്ട് യാമി നിശബ്ദമായി ഇരുന്നു. ഹാഫ് ഡേ ലീവ് എടുത്ത് ദേവൻ വീട്ടിലേക്ക് തിരിച്ചു. സാധാരണ വീട്ടിലെത്തി അകത്തേക്ക് കയറുമ്പോഴേ കിച്ചൂട്ടൻ്റെയും ആദിയുടെയും ബഹളം കേൾക്കാറാണ് പതിവ്. ഇന്ന് പക്ഷേ അവിടെ നിശബ്ദത നിറഞ്ഞിരുന്നു. എന്തു പറ്റിയെന്ന് ആലോചിച്ച് ഹാളിലേക്ക് കയറിയപ്പോഴാണ് കാലിൽ ആരോ ചുറ്റിപ്പിടിച്ചത്. കിച്ചൂട്ടനെ വാരിയെടുത്ത് ഉയർത്തുമ്പോഴും അവൻ്റെ നിറഞ്ഞ കണ്ണുകളും വാടിയ മുഖവുമാണ് ദേവൻ ശ്രദ്ധിച്ചത്. വയ്യ ഉവാവാഞ്ഞ് പറയുന്നതിനോടൊപ്പം അവൻ്റെ ചുണ്ടുകളും വിങ്ങി. ദേവൻ അവനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. യാമിക്ക് എന്തു പറ്റിയെന്നറിയണം. അവളെ കാണാൻ മാത്രമാണ് ഇപ്പോൾ വന്നതുപോലും. ഡൈനിങ് ഹാളിലായി അച്ഛനും അമ്മയും ആദിയുമുണ്ട്. യാമിയും തൊട്ടടുത്തായി ദേവുവും ഇരിക്കുന്നുണ്ട്. അവളുടെ കയ്യിലായി എന്തോ പുരട്ടുകയാണ് ദേവു. വേദനയുടെ കാഠിന്യം അവളുടെ മുഖത്തു നിന്ന് തന്നെ വ്യക്തമായിരുന്നു. എന്താ പറ്റിയത്? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവർ കിച്ചൂട്ടനെയും എടുത്തു നിൽക്കുന്ന ദേവനെ കണ്ട് അതിശയിച്ചു. എന്നിട്ടും യാമി അങ്ങോട്ട് നോക്കിയില്ല. ദേവുവും പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ മരുന്ന് പുരട്ടിക്കഴിഞ്ഞ് എഴുന്നേറ്റു. ദേവ, നീ പറഞ്ഞില്ലല്ലോ മോളുടെ കൈ പൊള്ളിയ കാര്യം? രാത്രി സംഭവിച്ചതല്ലേ? വന്നിട്ട് പോലും മരുന്ന് വെച്ചില്ല. ദാ ചെറുതായി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വേദനയുമുണ്ട്. മായ പറഞ്ഞത് കേട്ട് മറുപടി പറയാൻ പോലും കഴിയാതെ നിന്നുപോയവൻ. കുറ്റബോധം കാരണം അവനിൽ പതർച്ച നിറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ കടന്നുപോയി. ചൂട് തട്ടാതിരിക്കാൻ അഞ്ജുവിനെ പിടിച്ചു മാറ്റുമ്പോൾ യാമി ചാടി എഴുന്നേറ്റത് കണ്ടിരുന്നു. അതെന്താണെന്നൊന്ന് നോക്കാനോ തിരക്കാനോ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. പക്ഷേ അവളുടെ കയ്യിൽ ചൂട്. ഏട്ടാ, ചെവിക്കരികിലായി ആദിയുടെ അലർച്ച കേട്ടാണ് അവൻ ചിന്തകൾക്ക് വിരാമമിട്ടത്. ഇത് ഏത് ലോകത്താ? ഞാൻ പെട്ടെന്നെന്തോ കാറിൻ്റെ കീ തന്നേ, ഞാൻ ഈ ഓയിൻമെൻറ്റ് പുതിയതൊരെണ്ണം കൂടി വാങ്ങിയിട്ട് വരാം. ഇത് കഴിയാറായി. ആദി പറഞ്ഞത് കേട്ട് ദേവൻ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുക്കാനാഞ്ഞതും ആദി കയ്യിലെ ATM കാർഡ് കാണിച്ചു. ചേച്ചി കാർഡ് തന്നിരുന്നു. അതും പറഞ്ഞ് കീയും എടുത്ത് ആദി പോയി. മോള് പോയി റെസ്റ്റ് എടുക്ക്, കൈ എനക്കണ്ട, ആഹാരം അമ്മ കൊണ്ടുതരാം. മായ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. വേണ്ടമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. ആ മരുന്നിട്ടപ്പോൾ നല്ല കുറവുണ്ട്. ഞാനും വരുന്നു അടുക്കളയിൽ. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് തിരിഞ്ഞു. പിന്നാലെ ചിരിച്ചുകൊണ്ട് മായയും നടന്നു. അവളുടെ അവഗണന അവനെ തീർത്തും വേദനിപ്പിച്ചിരുന്നു. കുറ്റബോധം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവനെ തളർത്തി. കിച്ചൂട്ടനെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവൻ റൂമിലേക്ക് നടന്നു. റൂമിൽ കണ്ണിന് മീതെ കൈ ചേർത്ത് വെച്ച് കിടക്കുകയാണ് ദേവൻ. ആഹാരം കഴിക്കാൻ ദേവ് വന്ന് 2 തവണ വിളിച്ചിട്ടും താഴേക്ക് വരാത്തത് കണ്ട് മായ തിരക്കി വന്നിരുന്നു. വിശപ്പില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവരുടെ കൂടെ ഡൈനിങ് ടേബിളിലിരിക്കുമ്പോൾ ആദ്യം കണ്ണിൽ പതിഞ്ഞത് എതിർവശത്തായിരിക്കുന്ന യാമിയിലാണ്. അറിയാതെ പോലും അവനെ നോക്കില്ല എന്ന് മനസ്സിലുറപ്പിച്ചാണ് അവൾ ഇരുന്നത്. അവളുടെ ഉള്ളിലെ വികാരം എന്തെന്ന് അവൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. തന്നിലേക്ക് നീളുന്ന അവൻ്റെ മിഴികളിൽ ഒരു തവണ പോലും കുരുങ്ങി പോകരുത് എന്ന് അവൾക്ക് വാശിയായിരുന്നു. അതിലവൾ വിജയം കണ്ടെത്തുകയും ചെയ്തു. ആഹാരം കഴിച്ചു കഴിഞ്ഞതും അവൾ മുകളിലേക്ക് പോയില്ല. ദേവുവിൻ്റെ കൂടെ താഴെ ചുറ്റിപ്പറ്റി നിന്നു. ഇടയ്ക്ക് ദേവുവിൻ്റെ കൂടെ അവളുടെ മുറിയിലേക്ക് പോയി വിശ്രമിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ദേവുവും അവളോടൊന്നും ചോദിച്ചിരുന്നില്ല.
വൈകിട്ട് നീതുവും ജിത്തുവും പരിശോധിച്ചതിനു ശേഷം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മായയ്ക്ക് സമാധാനമായത്. രാത്രി ആഹാരം കഴിഞ്ഞ് യാമി നേരത്തെ റൂമിലേക്ക് പോയിരുന്നു. ദേവൻ മുകളിലേക്ക് പോകാനായി തുടങ്ങുമ്പോഴാണ് നീതു വിളിച്ചത്. ഡാ, ഇത് അവൾക്ക് പുരട്ടിക്കൊടുക്ക്, പെട്ടെന്ന് ഉണങ്ങാൻ നല്ലതാണ്. ദേവന്റെ കയ്യിലേക്ക് ഒരു ഓയിൻമെന്റ് വെച്ചു കൊടുത്തുകൊണ്ട് നീതു പറഞ്ഞു. അതുമായി അവൻ റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഡോർ അടച്ചു തിരിഞ്ഞതും അവൾ പുറത്തിറങ്ങിയിരുന്നു. അവനെ കണ്ടിട്ടും നോക്കാതെ കട്ടിലിനടുത്തേക്ക് നടന്നു. ഓയിൻമെന്റുമായി അവൻ ബെഡിലിരിക്കുന്ന അവളുടെ അടുത്തേക്ക് നടന്നു. അവൾക്കു മുന്നിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അവളുടെ കൈയെടുത്തു. അവന്റെ അപ്രതീക്ഷിത പ്രവൃത്തിയിൽ അവളുടെ കണ്ണു തള്ളിപ്പോയിരുന്നു. പൊള്ളിയ ഭാഗത്ത് ചെറുതായി ഊതിയ ശേഷം അവൻ ഓയിൻമെന്റ് ഇടാനായി തുടങ്ങി. അവന്റെ ശ്വാസം തട്ടിയതും അവളിൽ പതർച്ച കൂടി വന്നു. ഓയിൻമെന്റിന്റെ തണുപ്പ് അരിച്ചിറങ്ങിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവളുടെ മുന്നിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. മരുന്നിട്ട് തുടങ്ങിയതും അവൾ മറുകൈ കൊണ്ട് തട്ടിമാറ്റിയതും ഒരുമിച്ചായിരുന്നു. അവനത് കരുതിയതുമായിരുന്നു. അതിനാൽ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും മരുന്നിടാൻ തുടങ്ങി. ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ തന്നെ ചെയ്തോളാം. യാമി മരുന്നിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിട്, ഞാൻ ഇട്ടു തരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? യാമി ശക്തിയിൽ കുതറിക്കൊണ്ട് പറഞ്ഞു. പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ദേവൻ ശാന്തമായി പറഞ്ഞുകൊണ്ട് അവളുടെ 2 കൈകളും ഒരു കൈ കൊണ്ട് നിയന്ത്രിച്ചു. നിങ്ങൾ പറയുന്നതല്ലേ ഇതുവരെയും കേട്ടിട്ടുള്ളത്? അതല്ലാതെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇത്രയും വേദന എനിക്ക് തന്നിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ എതിർത്തിട്ടുണ്ടോ? നിറകണ്ണുകളോടെയുള്ള അവളുടെ ചോദ്യങ്ങൾ അവനിൽ കൂരമ്പായി തറച്ചു. എൻ്റെ അപ്പ ചെയ്തു പോയ തെറ്റിനുള്ളതെല്ലാം ഞാൻ അനുഭവിക്കാം ദേവേട്ട. നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം. എനിക്ക് നിങ്ങളെ മാത്രം മതി. അവളുടെ വാക്കുകൾ അവൻ്റെ കാതിൽ തറഞ്ഞിരുന്നെങ്കിലും അവൻ പ്രതികരിച്ചില്ല. മറുപടി ഒന്നുമില്ലാതെ ഇരിക്കുന്ന അവനെ നോക്കി അവൾ തുടർന്നു. കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ പ്രണയത്തെ ദേഷ്യവും പകയും വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പോൾ അത് എൻ്റെ മാത്രം പ്രണയമാണ്, എൻ്റെ മാത്രം. യാമി അവനിൽ മിഴി തറപ്പിച്ചു പറഞ്ഞു. മരുന്നിട്ടതിന് ശേഷം അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നിറഞ്ഞു തുളുമ്പിയ മിഴികളെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ച് അവളും ഇരുന്നു. രാത്രി ഏറെ വൈകിയതിനു ശേഷമാണ് ദേവൻ കിടക്കാനായി വന്നത്. മറുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന അവളുടെ അടുത്തായി അവനും കിടന്നു. കുറച്ചു മുൻപേ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സിൽ. പകയും വൈരാഗ്യവും ദേഷ്യവും സ്ഥാനം പിടിച്ച തൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയവുമില്ലേ? അവൾ പറഞ്ഞതുപോലെ എൻ്റെ പ്രണയം ഇല്ലാതായോ? എത്രയോ സന്ദർഭങ്ങളിൽ അവളെ കാണുമ്പോൾ പുറത്തു ചാടാൻ വെമ്പിൽ കൊള്ളുന്ന തൻ്റെ പ്രണയത്തെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. അതില്ലാതായിട്ടില്ല, ഒരിക്കലും ഇല്ലാതാവുന്നില്ല. പക്ഷേ പറ്റുന്നില്ല. ചിന്താഭാരം കൂടുന്നതിനോടൊപ്പം അവൻ്റെ മിഴികളും നിറഞ്ഞു. നനഞ്ഞ മിഴികളിൽ മയക്കം പിടിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ വേദന ശമിച്ചിരുന്നില്ല. അതിശക്തമായ മഴയുടെ ബാക്കിയായി മഞ്ഞു മൂടിയ പ്രഭാതം. ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് യാമി. ദൂരെ കാണുന്ന വയലേലുകളിൽ ദൃഷ്ടിയൂന്നി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ മറ്റു പലതും നിറഞ്ഞു. ഇതുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അനുഭവിച്ച വിഷമങ്ങൾ, സഹിച്ച വേദനകൾ, അതൊന്നും ഒന്നുമല്ല എന്നൊരു തോന്നൽ. ഇതിലും വലുതെന്തോ വരാൻ പോകുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നു. വേദന കുറവുണ്ടോ? പിന്നിൽ ആദിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കടന്നിരുന്നു. കുറവുണ്ട്. രാവിലെ എവിടെയൊക്കെ യാത്ര? കറുത്ത ജാക്കറ്റ് ധരിച്ച് കയ്യിൽ ഹെൽമെറ്റും ഒക്കെയായി നിൽക്കുന്ന അവനെ നോക്കി ചോദിച്ചെങ്കിലും പിന്നിലായി അവരെ നോക്കി നിൽക്കുന്ന ദേവനിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ഉണർന്നു നോക്കിയപ്പോൾ റൂമിൽ അവളെ കാണാത്തത് കൊണ്ട് തിരക്കി ഇറങ്ങിയതായിരുന്നു ദേവൻ. ഇന്ന് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. ആഹാ, എവിടെയാ? അവളുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞിരുന്നു. അഗസ്ത്യാർമറ. അല്ല, അറിയില്ലേ? അറിയാം. എല്ലാവരും ഉണ്ടോ? ഏയ്, നമ്മുടെ ഗ്യാങ് മാത്രം. അപ്പം ശരി, ഞാൻ ഇറങ്ങുന്നു. ദേവേട്ടൻ ഉണരുന്നതിന് മുമ്പ് ഈ ഏരിയ വിടണം. അവൻ പറഞ്ഞത് കേട്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവൾ വിദഗ്ധമായി മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ പിന്നിൽ നിൽക്കുന്ന ദേവനെ കാണുന്തോറും അവൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പോകാനായി തിരിഞ്ഞ ആദി പിന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന ദേവനെ കണ്ട് ഞെട്ടി. നീ രാവിലെ എങ്ങോട്ടാ? ദേവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ട് യാമിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അത് ദേവേട്ട, ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു ട്രിപ്പ്. ഒരുപാട് ലേറ്റാകാൻ നിൽക്കരുത്. ദേവന്റെ വാക്കുകൾ കേട്ട് അവളിൽ പുച്ഛം നിറഞ്ഞു. ഓ പിന്നെ, ഇയാൾ തീരെ ലേറ്റാവാറില്ല, അവൾ ആത്മകഥം പറഞ്ഞു. അത് ദേവൻ കൃത്യമായി കാണുകയും ചെയ്തു. ഏയ്, ഞാൻ ദാ ഇപ്പോൾ ഇനി വരുമെന്നേ. ദേവൻ സമ്മതിക്കുമെന്ന് ആദ്യം കരുതിയില്ല. ചേച്ചിയുടെ ഒരു ഹോളിഡേ മനസ്സിൽ ആലോചിച്ച് 2 പേരോടും യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി.
അവൻ്റെ ഹിമാലയൻ ബൈക്ക് ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി അവൾ നിന്നു. വേദന കുറഞ്ഞോ? ദേവൻ അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. മറുപടി ചെറിയൊരു മൂളലിലൊതുക്കി അവൾ അവനെ മറികടന്ന് അകത്തേക്ക് നടന്നു. യാമി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവൻ റൂമിലേക്ക് വന്നത്. അത്രയും നേരം ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖത്തെ ഭാവം മാറി അവിടെ പുച്ഛം നിറഞ്ഞു. അവളുടെ ഭാവം കണ്ട് അവൻ്റെ ചുണ്ടിൽ കുസൃതി വിരിഞ്ഞു. ടേബിളിൽ നിന്ന് ഓയിൻമെൻറ്റും എടുത്തു വരുന്ന ദേവനെ കണ്ട് അവൾ അതിശയിച്ചു. അവൻ അടുത്തെത്തുന്നതിന് മുൻപേ അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞ് ഓയിൻമെൻറ്റ് കൈക്കലാക്കി. അതിശയം മാറി അവളുടെ മുഖത്ത് വീണ്ടും പുച്ഛം നിറഞ്ഞു. ശ്രദ്ധയോടെ കയ്യിലേക്ക് മരുന്ന് പുരട്ടുന്ന അവളിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. അവളുടെ കൂർത്ത ചുണ്ടുകളിലെ പരിഭവം കണ്ട് അവൻ അവളിലേക്ക് നടന്നടുത്തു. മരുന്നിട്ട് കഴിഞ്ഞ് നേരെ നോക്കിയ അവൾ കാണുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന അവനെയാണ്. ചെറുതായൊന്ന് പകച്ചുപോയെങ്കിലും ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ പിറകിലേക്ക് മാറി. അതു മനസ്സിലാക്കി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് ചുറ്റി. അവളിലെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നതായി തോന്നി. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അവളിൽ നിറഞ്ഞ വിറയിലിൽ കയ്യിലിരുന്ന ഓയിൻമെൻറ്റ് ഊർന്നു താഴെ വീണു. പിന്നെയും അവൻ്റെ അധരങ്ങൾ അവളുടെ കവിളിലും കഴുത്തിലുമായി പതിഞ്ഞു. എതിർക്കാൻ തോന്നിയില്ല. അവളുടെ ശക്തി ക്ഷയിച്ചു വരുന്നതായി തോന്നി. അവൾക്ക് അവൻ്റെ ചുംബന ചൂടിൽ അലിഞ്ഞിറങ്ങാൻ അവളും ആഗ്രഹിച്ചിരുന്നു. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് അവൻ അവളിൽ നിന്നും അടർന്നു മാറിയത്. കുറച്ചു മുൻപ് നടന്നു തോർത്ത് അവനിൽ പരിഭ്രമം നിറഞ്ഞു. പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ഉള്ളിലെ വികാരത്തെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവൾ എന്ത് കരുതി കാണും? സ്വയം മനസ്സിൽ പഴിച്ചുകൊണ്ട് അവൻ ഡോർ തുറക്കാനായി തുടങ്ങി. അവൻ്റെ മുഖത്തെ പരിഭ്രമം യാമിയെ വീണ്ടും വേദനിപ്പിച്ചു. അവൻ്റെ ഉള്ളിലെ സ്നേഹം പുറത്തു വന്നു തുടങ്ങിയെന്ന് അവൾ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് അവളുടെ വിഷമം ഇരട്ടിയാക്കി. വേദന കുറവുണ്ടോ മോളെ? മായ അകത്തേക്ക് നടന്നു വന്ന് ചോദിച്ചു. മറുപടി പറയുമ്പോഴും അവളുടെ കണ്ണുകൾ അവനിലായിരുന്നു. മായയുടെ കൂടെ താഴേക്ക് നടക്കുമ്പോഴും അവൻ്റെ കണ്ണിലെ വേദന അവൾ ഒപ്പിയെടുത്തു.